ഒരു കാലത്ത് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പേർഷ്യക്കാർക്ക് അസാധാരണമായ അംഗീകാരവും ആവശ്യകതയും ഉണ്ടായിരുന്നുവെന്നത് ചരിത്രമാണ്. മനം കവരുന്ന അത്തറുകളുടെ സുഗന്ധവും സംസ്കാര സമ്പന്നമായ പെരുമാറ്റശൈലിയും പരിഷ്കൃതമായ ജീവിത രീതിയും എല്ലാം ചേർന്നതാണ് പേർഷ്യന്മാർക്ക് ഒരു പ്രത്യേക സാമൂഹിക പദവി നേടിക്കൊടുത്തത്. പണം സമ്പാദിക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും പേർഷ്യയിലേക്ക് പോകണം എന്ന ധാരണ ഒരു കാലത്ത് യുവത്വത്തിന്റെ സ്വപ്നമായിരുന്നു. എന്നാൽ ആ കാലഘട്ടം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇന്ന് യുദ്ധഭീഷണിയുടെയും രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും നടുവിൽ നിൽക്കുന്ന ഇറാൻ തന്നെയാണ് ഒരു കാലത്ത് ലോകം പേർഷ്യ എന്ന പേരിൽ അഭിമാനത്തോടെ വിളിച്ചിരുന്ന രാജ്യം എന്ന കാര്യം പലർക്കും അതിശയകരമായിരിക്കും. സമകാലിക വാർത്തകളിൽ ഇറാൻ നിറയുന്നത് യുഎസിന്റെ നോട്ടപ്പുള്ളി എന്ന നിലയിലാണ്. ശക്തമായ സർക്കാർ വിരുദ്ധ വികാരങ്ങളും ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങളും രാജ്യത്തെ അസ്ഥിരതയിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് സമ്പത്തിന്റെയും സാംസ്കാരിക സമൃദ്ധിയുടെയും കലവറയായിരുന്ന ഈ രാജ്യം ഇന്ന് ഗുരുതരമായ സാമ്പത്തിക സമ്മർദ്ദങ്ങളാണ് നേരിടുന്നത്. അതിരൂക്ഷമായ വിലക്കയറ്റം, സാധാരണ ജനജീവിതത്തെ തകർക്കുന്ന ചെലവുകൾ, അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിവ ജനങ്ങളെ തെരുവിലേക്കിറങ്ങാൻ പ്രേരിപ്പിച്ചു. തലസ്ഥാനമായി ടെഹ്റാനിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ പിന്നീട് രാജ്യമൊട്ടാകെ വ്യാപിക്കുകയായിരുന്നു. ഈ പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പേർഷ്യ എന്ന മഹത്തായ സംസ്കാരം എങ്ങനെ ഇറാൻ എന്ന ആധുനിക രാഷ്ട്രമായി മാറി എന്നത് ചരിത്രപരമായി ഏറെ കൗതുകകരമായ വിഷയമാണ്. തെക്കു പടിഞ്ഞാറൻ മേഖലയായ പാർസ എന്ന പ്രദേശത്തിൽ നിന്നാണ് പേർഷ്യ എന്ന പേര് ഉത്ഭവിച്ചതെന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. പുരാതന ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. സൈറസ് മഹാൻ, ഡാരിയസ് ഒന്നാമൻ തുടങ്ങിയ ചരിത്രത്തിലെ മഹാരഥന്മാരാണ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും വിപുലതയുടെയും ഉയരങ്ങളിൽ എത്തിച്ചത്. രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായി പ്രത്യേകതകൾ ചൂണ്ടിക്കാണിക്കാൻ ഗ്രീക്കുകാർ ഉപയോഗിച്ച പേരാണ് പേർഷ്യ എന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. കല, സാഹിത്യം, വാസ്തുവിദ്യ, ഭരണകൂട സംവിധാനം എന്നിവയിൽ അതുല്യമായ പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പേർഷ്യൻ കല എന്നത് ഒരു പ്രത്യേക പഠന വിഷയമായി നിലനിൽക്കുന്നു എന്നത് ഇതിന്റെ തെളിവാണ്. എന്നാൽ വിദേശ ലോകം രാജ്യത്തിന്റെ പേർഷ്യ എന്ന് വിളിച്ചിരുന്നപ്പോൾ തദ്ദേശീയ ജനതയ്ക്ക് കൂടുതൽ അടുപ്പമുള്ളതും അഭിമാനകരവുമായ പേര് ഇറാൻ ആയിരുന്നു. ഇറാൻ എന്ന വാക്കിന് ആര്യന്മാരുടെ നാട് എന്നാണ് അർത്ഥം. സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളോളം വ്യാപിച്ചിരുന്ന സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുള്ള ഈ നാടിന് ഇറാൻ എന്ന പേരാണ് കൂടുതൽ യോജിച്ചതെന്ന് സ്വദേശികൾ വിശ്വസിച്ചു. രാജ്യത്തിന്റെ ആത്മാവും സ്വത്വവും ഇറാൻ എന്ന പേരിലാണ് അടിയുറച്ചിരിക്കുന്നതെന്ന ധാരണ അവിടുത്തെ സമൂഹത്തിൽ ആഴത്തിൽ നിലനിന്നിരുന്നു. ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ 1935 ശേഷമാണ് ഇറാൻ എന്ന പേര് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുവരെ രാജ്യത്തെ പൊതുവെ പേർഷ്യ എന്നായിരുന്നു ലോകം വിളിച്ചിരുന്നത്. റസാ ഷാ പഹ്ലവിയുടെ ഭരണകാലത്താണ് വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളോട് ഔദ്യോഗികമായി ഇറാൻ എന്ന പേര് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടത്. ഇന്നത്തെ ഇറാന്റെ പ്രതിസന്ധികൾക്ക് അടിസ്ഥാനം സാമ്പത്തികവും രാഷ്ട്രീയവുമായ കടുത്ത സമ്മർദ്ദങ്ങളാണ്. നിയന്ത്രണം വിട്ട പണപ്പെരുപ്പം, കറൻസിയുടെ മൂല്യത്തകർച്ച, ഭക്ഷ്യവസ്തുക്കളുടെയും അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം എന്നിവ രാജ്യത്തിന്റെ സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. 2025 ഡിസംബറോടെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ജനങ്ങൾ തുറന്ന പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം സമഗ്രമായ രാഷ്ട്രീയ മാറ്റമാണെന്ന് വ്യക്തമാണ്. രാജ്യത്തിന്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം നിലവിലെ ഭരണകൂടത്തിന്റെ പരാജയവും പിടിപ്പുകേടുമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രതിഷേധക്കാരുടെ പിന്തുണ പ്രഖ്യാപിച്ച് സഹായം ഉടനെത്തുമെന്ന സന്ദേശമാണ് യുഎസ് നൽകുന്നത്. അതേസമയം ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ഇതിനെതിരെ ഇറാൻ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി ലൈവ് ടെസ്റ്റിംഗ് പോലുള്ള സൈനിക തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുന്നതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വർഷങ്ങളായുള്ള സാംസ്കാരിക പാരമ്പര്യം, വൻ എണ്ണ സമ്പത്ത്, സാമ്പത്തിക സാധ്യതകൾ എന്നിവയാണ് ഇറാനെ യുഎസിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതോടൊപ്പം തന്നെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ പ്രാതിനിധ്യത്തിനുള്ള താൽപര്യവും ഈ വിഷയത്തിൽ ഒരു ഘടകമായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.